എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലേക്കാണ്. അവിടെ ഒരു അത്ഭുതമുണ്ട്, ബിബി കാ മക്ബറ. ദൂരത്തുനിന്ന് നോക്കിയാൽ നമ്മൾ പറയും ഇത് താജ്മഹൽ തന്നെയാണെന്ന്. അത്രയ്ക്ക് സാമ്യമുണ്ട് ഇതിന് താജ്മഹലുമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ദക്ഷിണേന്ത്യയിലെ താജ്മഹൽ എന്ന് വിളിക്കുന്നത്. പക്ഷെ താജ്മഹൽ പ്രണയിനിക്കായി പണിതതാണെങ്കിൽ ഇത് ഒരു മകൻ തന്റെ ഉമ്മയ്ക്ക് വേണ്ടി പണിതതാണ്. ആ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ഔറംഗസേബ് ചക്രവർത്തിയുടെ മകൻ അസം ഷായാണ് 1660 ഇത് പണി കഴിപ്പിച്ചത്. തന്റെ ഉമ്മയായ ദിൽറാസ് ബാനു ബീഗത്തോടുള്ള സ്നേഹസൂചകമായിട്ടാണ് ഈ സ്മാരകം പണിതത്. താജ്മഹൽ പണിയാൻ ഏകദേശം 3.2 കോടി രൂപ അന്ന് ചെലവായെങ്കിൽ ബിബി കാ മക്ബറ വെറും 6.6 ലക്ഷം രൂപയ്ക്കാണ് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ താജ്മഹലിന്റെ അത്രയും വലിപ്പമോ ആഡംബരമോ ഇതിനില്ല. പക്ഷെ ഇതിന്റെ ശില്പിയായ അത്മുള്ള താജ്മഹൽ പണിത ഉസ്താദ് അഹമ്മദ് ലാഹോരിയുടെ മകനായിരുന്നു എന്നതാണ് ഇതിലെ കൗതുകകരമായ കാര്യം. അപ്പോൾ പിന്നെ ആ ഒരു ലുക്ക് വരാതിരിക്കില്ലല്ലോ. ഇനി ഇതിന്റെ നിർമ്മാണത്തിലേക്ക് വന്നാൽ മെയിൻ മക്ബറയുടെ താഴത്തെ ഭാഗം മാർബിളിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ മുകളിലോട്ട് പോകുമ്പോൾ പ്ലാസ്റ്റർ വർക്കാണ് കൂടുതൽ. ഇതിനെ ഡെക്കാൻ താജ് എന്നും വിളിക്കാറുണ്ട്. ഇതിനു ചുറ്റുമുള്ള 4 മിനാരങ്ങളും മുഗൾ ശൈലിയിലുള്ള ആ പൂന്തോട്ടവും ചാർബാഗൊക്കെ കാണാൻ നല്ല രസമാണ്. അകത്ത് കയറിയാൽ ബീഗത്തിന്റെ കല്ലറ നമുക്ക് കാണാൻ പറ്റും. താജ്മഹലിലെ പോലെ തന്നെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയും. വൈകുന്നേരത്തെ വെളിച്ചത്തിൽ ഇതിന്റെ ഫോട്ടോ എടുക്കാൻ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. ഔറംഗാബാദ് സിറ്റിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമേ ഇവിടേക്കുള്ളൂ. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശന സമയം. നിങ്ങൾ അജന്തയും എല്ലോറയും കാണാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വൈകുന്നേരം ഇവിടെ ചെലവഴിക്കണം. കുറഞ്ഞ ചെലവിൽ താജ്മഹൽ കണ്ട ആ ഒരു ഫീല് കിട്ടാൻ ഇത് ബെസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ മിസ്റ്റർ ആൻഡ് മിസസ് മലബാർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ പുതിയൊരു സ്ഥലവുമായി കാണാം. ബൈ.